നേരിയ ആശ്വാസം നൽകിക്കൊണ്ട് സ്വർണ്ണവില വീണ്ടും കുറഞ്ഞു. ഉപഭോക്താക്കൾ ഇന്ന് ചെയ്യേണ്ടത് ഇതാണ്. കേരളത്തിൽ സ്വർണ്ണവില തുടർച്ചയായി കുറഞ്ഞു വരുന്നുണ്ട്. ഇതിന്റെ പ്രധാന കാരണം ഇന്ത്യൻ രൂപ കരുത്ത് വർദ്ധിപ്പിച്ചതാണ്. അതേസമയം വരും ദിവസങ്ങളിൽ ഇതേ ട്രെൻഡ് തുടരുമെന്ന് പറയാൻ സാധിക്കുകയില്ല. വിപണിയിൽ ചില മാറ്റങ്ങൾക്കും സാധ്യതയുണ്ട്. ആഗോള വിപണിയിലും ഇന്ന് സ്വർണ്ണവില കുറഞ്ഞിരിക്കുകയാണ്. ഇതിന്റെ തുടർച്ചയായാണ് കേരളത്തിലും ഇപ്പോൾ കാണുന്നത്. എല്ലാ പരിശുദ്ധിയിലുള്ള സ്വർണത്തിലും കേരളത്തിൽ വില കുറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല വെള്ളിയുടെ വിലയിലും കുറവുണ്ടായി. ഡോളർ സൂചിക നേരിയ തോതിൽ ഉയരുന്നുണ്ട്. ഇത് സ്വർണ്ണവില കുറയാൻ കാരണമാണ്. അതേസമയം രൂപയുടെ മൂല്യം ഇടിയുന്ന സാഹചര്യം വന്നാൽ സ്വർണ്ണവില വർദ്ധിച്ചേക്കും. ബിറ്റ്കോയിൻ വില കൂടിയിട്ടുണ്ട്. ക്രൂഡ് ഓയിൽ വിലയും ഉയരുകയാണ്. പുതിയ പവൻ വില എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കേരളത്തിൽ ഇന്ന് 22 കാരറ്റ് ഒരു പവൻ സ്വർണത്തിന് 65,720 രൂപയാണ് വില. 120 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. ഗ്രാമിന് 15 രൂപ താഴ്ന്ന് 8,215 രൂപയായി. 18 കാരറ്റ് സ്വർണം ഗ്രാമിന് 10 രൂപ കുറഞ്ഞ് 6,740 രൂപയായി. ആഗോള വിപണിയിൽ സ്വർണം ഔൺസിന് $3,017 പുതിയ നിരക്ക്. കേരളത്തിൽ വെള്ളിയുടെ വില ഗ്രാമിന് 2 രൂപ കുറഞ്ഞ് 108 രൂപയായി. സ്വർണ്ണവില കുറഞ്ഞു വരുന്ന ഈ സാഹചര്യത്തിൽ ആഭരണം വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് അഡ്വാൻസ് ബുക്കിംഗ് ചെയ്തിടാം. ഭാവിയിൽ വില കൂടിയാലും ബുക്ക് ചെയ്ത വിലയ്ക്ക് സ്വർണം ലഭിക്കുമെന്നാണ് അഡ്വാൻസ് ബുക്കിംഗിന്റെ ഗുണം. ആവശ്യമുള്ള സ്വർണത്തിന്റെ മുഴുവൻ തുകയോ നിശ്ചിത ശതമാനം തുകയോ നൽകിയാണ് ബുക്ക് ചെയ്യേണ്ടത്. മുഴുവൻ തുക നൽകി ബുക്ക് ചെയ്യുന്നവർക്ക് 1 വർഷം വരെ കാലാവധി ഉണ്ടാകും. സ്വർണ്ണവില നിലവിൽ ഏറ്റവും വലിയ ഉയരത്തിലാണ് എന്ന് കരുതുന്നവരാണ് കൂടുതൽ. ഈ സാഹചര്യത്തിൽ വിറ്റ് പണമാക്കി ലാഭം ഉണ്ടാക്കാം എന്ന് കരുതുന്നവരും ഏറെയാണ്. അതുകൊണ്ട് തന്നെ പഴയ സ്വർണം വിൽക്കാൻ വരുന്നവരും നിരവധിയാണ്. ഇറക്കുമതി കുറയാൻ ഈ സാഹചര്യം വഴിയൊരുക്കും. ഇതും സ്വർണ്ണവില കുറയാൻ ഒരു കാരണമാകുന്നു. ഡോളർ നിരക്ക് പതിയെ ഉയരുകയാണ്. ഡോളർ സൂചിക ഇന്ന് 104 എന്ന നിരക്കിലെത്തി. ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ 85.90 എന്ന നിരക്കായി മാറിയിട്ടുണ്ട്. രൂപ കരുത്ത് കൂട്ടുന്നത് സ്വർണ്ണവില കുറയാൻ ഇടയാക്കും. എന്നാൽ എത്രത്തോളം രൂപ പിടിച്ചു നിൽക്കുമെന്ന് പറയാൻ സാധിക്കില്ല. ഈ മാസം കേരളത്തിൽ ഒരു പവൻ സ്വർണത്തിന് രേഖപ്പെടുത്തിയ ഉയർന്ന നിരക്ക് 66,480 രൂപയായിരുന്നു. ഇന്നത്തെ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ 760 രൂപ അധികമായിരുന്നു അത്.